കസാക്കിസ്ഥാനിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സുരക്ഷയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ് ആ ഒരു രാജ്യത്ത്. 2023 നവംബറിൽ കസാക്കിസ്ഥാൻ മുൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കുവാൻഡിക് ബിഷിംബേവ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് വലിയ രീതിയിൽ കസാക്കിസ്ഥാനിൽ വിവാദമായിട്ടുണ്ട്. 20 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് കുവാൻഡിക് ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപും കൈക്കൂലി കേസുമായിട്ട് ബന്ധപ്പെട്ട് 2017 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് 10 വർഷം തടവ് ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും 3 വർഷത്തിനുള്ളിൽ കുവാൻഡി പുറത്തിറങ്ങുകയായിരുന്നു. ഇതിൽ നിന്നും കുവാൻഡിയുടെ ഒരു സ്വഭാവ സവിശേഷത വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. 2017 കസാക്കിസ്ഥാനിൽ ഗാർഹിക പീഡന കുറ്റകരമല്ലാതാക്കിയിരുന്നു. ഡൊമസ്റ്റിക് അബ്യൂസ് ആ രാജ്യത്ത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കസാക്കിസ്ഥാൻ എന്ന രാജ്യം ഇപ്പൊ നമ്മുടെ കേരളം ഉണ്ടല്ലോ, കേരളത്തിന്റെ 70 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ്. അതായത് 2 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം. റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ്. പണ്ടത്തെ ഈ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഇത്. 1990 മുതൽ 2019 വരെ, അതായത് നീണ്ട 28 വർഷക്കാലം അവിടെ ഭരിച്ചിരുന്നത് നൂർ സുൽത്താൻ നാസർ ഭായ് എന്ന കമ്മ്യൂണിസ്റ്റ് ലീഡർ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ഒരു ഏകാധിപത്യ ഭരണ രീതിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് അവിടെ തെരഞ്ഞെടുപ്പെല്ലാം നടന്നിരുന്നു. പക്ഷെ നൂർ സുൽത്താനെതിരെ മത്സരിക്കാൻ അവിടെ മറ്റാരും മുന്നോട്ട് വന്നിരുന്നില്ല. അതായത് ഏകാധിപത്യ ഭരണമായിരുന്നു പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടായിരുന്നത്. ആണെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള റിസോഴ്സ്, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു കസാക്കിസ്ഥാൻ. ഏകാധിപത്യ ആയിരുന്നിട്ടും നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കാൻ കസാക്കിസ്ഥാന് സാധിച്ചിരുന്നു. പക്ഷെ അവിടെ വളരെയധികം ഇൻഇക്വാലിറ്റി ആ രാജ്യത്തുണ്ടായിരുന്നു. അതിന്റെ പേരിൽ നൂർ സുൽത്താൻ രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നു. എല്ലാ വർഷവും 400 ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ അതിന് മുകളിൽ കസാക്കിസ്ഥാനിൽ നടക്കാറുണ്ട്. ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരത്തിലുള്ള വയലൻസ് നടത്തുമ്പോൾ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? കസാക്കിസ്ഥാനിലെ ആദ്യത്തെ ഓൺലൈൻ കോടതി വിചാരണയായിരുന്നു ഈ കഴിഞ്ഞത്. അതും ഈ കേസിനെ വേറിട്ട് നിർത്തുന്ന മറ്റൊന്നാണ്. പുരുഷാധിപത്യത്തോട് ഇപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ പറയുന്ന കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാനിൽ ഇന്നും മതിയായ അവകാശങ്ങൾ അവിടുത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. അവിടുത്തെ സ്ത്രീകളെയും അതുപോലെ കുട്ടികളെയും സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ ഈ പ്രശ്നത്തിന് ശേഷം വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമായ ഒരു നിയമവുമല്ല എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കസാക്കിസ്ഥാൻ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷം ഉള്ള ഒരു രാജ്യം കൂടിയാണ്. അതായത് 75% മുസ്ലിംസ് ആണ് അവിടെ ഉള്ളത്. ബാക്കി 17% മാത്രമുള്ളൂ ക്രിസ്ത്യൻസും മറ്റ് റിലീജിയസും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് അവിടെ കൂടുതലായതിൽ വലിയ അത്ഭുതപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കസാക്കിസ്ഥാനിൽ നിയമനിർമ്മാണത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഗാർഹിക പീഡനങ്ങളിൽ ഇതുവരെ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. രാജ്യം സാമ്പത്തികമായും മുൻപന്തിയിലാണെങ്കിലും അവിടുത്തെ സ്ത്രീകൾക്ക് ലഭിക്കാത്ത റൈറ്റ്സ്, ഇതുപോലെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് ഇതെല്ലാം ആ രാജ്യത്തെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യത കൂടുതലാണ്.